ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നതിനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പിന്നെ ഒരിക്കൽ കൂടെ ഇങ്ങനെ കടന്നു വരുവാൻ, ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം തരുന്ന വലിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. പാസ്റ്റർ മലയാളം അറിയാൻ മേലാത്ത ഹൂ ഡസ് നോട്ട് നോ? അല്ല, ഹൂ ഈസ് ദ പേഴ്സൺ? ഓക്കെ. ഇന്നലെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. എത്ര പേർക്ക് അനുഗ്രഹമായിരുന്നു? ആമേൻ, ഹല്ലേലൂയ. അപ്പം നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ, നമ്മൾക്ക് തല പുകയ്ക്കാനുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ തല പുകച്ചാൽ മതി. ഏതിനെ കുറിച്ചാ? ദൈവരാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. ഏതിനെ കുറിച്ചാണ്? യഹോവയുടെ കുറച്ച് പേരുകൾ പറയാമോ? യഹോ, ഷമ്മ, റാഫ ഒക്കെ പറഞ്ഞു. പെട്ടെന്ന് റാഫ, ഷമ്മ, ഷാലോം, നിസ്സി, ഷഡായി. ഓക്കെ. യഹോവയുടെ ഏറ്റവും ശ്രേഷ്ഠമായ നാമം ഏതാണെന്നറിയാമോ? യഹോവ എൻ്റെ നീതിയാകുന്നു എന്ന് പറയുന്നത്. പേരെന്തുവാ? എന്നാ കേട്ടാനാ? യഹോവ സെത്കുനു എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അത് ഈരെ എന്തുവാ ഓർത്തിരിക്കുന്നേ? യഹോവ ഈരെ പേര് എന്തുകൊണ്ടാണ് ഓർത്തിരിക്കുന്നതെന്ന്? എങ്ങനെയാ? അത് ഇങ്ങോട്ട് കിട്ടുന്നതുകൊണ്ടാ. പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ട് ഓർത്തിരിക്കുക. റാഫ എന്തുകൊണ്ടാണ് ഓർത്തിരിക്കുന്നേ? ഫ്രീ ആയിട്ട് കിട്ടും. സെത്കുനു എന്താ ഓർക്കാത്തെ? ഓർത്തിട്ട് എന്നാ ഇതിൻ്റെ ഈ പേരുകളിലെല്ലാം ഏറ്റവും വലിയത് ഇങ്ങോട്ട് കിട്ടുന്ന ഏതാണെന്നറിയാമോ? എല്ലാ പേരുകളിലും ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് കിട്ടുന്നത് ഏത് പേരാണെന്നറിയാമോ? യഹോവ എൻ്റെ നീതിയാകുന്നു എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. നീതിയെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്, പ്രസംഗിക്കത്തില്ല. അത് ഞാൻ ഹോംവർക്ക് തരുക നിങ്ങൾക്ക്. നീതിയെക്കുറിച്ച് പഠിക്കുക. ആമേൻ, ഹല്ലേലൂയ. സുവിശേഷം എന്താണെന്നറിയാമോ? സൗഖ്യമായെന്നാണോ? പിന്നെ വീട് കിട്ടിയെന്നാണോ? സുവിശേഷം, ഗോസ്പൽ. വാട്ട് ഈസ് ഗോസ്പൽ? യേശു. ഓക്കെ, വാട്ട് ഈസ് ദറ്റ് ഗുഡ് ന്യൂസ് ഫോർ യു? നിങ്ങൾക്ക് എന്ത് നന്മയാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന്? വേണ്ട, ഞാൻ बीच में मैं बोलेगा. सद्वर्तमान से आपको क्या प्रयोजन मिला? मैं यही पूछ रहा है. പൗലോസ് പറയാണ്, ഈ സുവിശേഷത്തിൽ എനിക്ക് ലജ്ജയില്ല. ये सद्वर्तमान से मैं शर्मते नहीं. आई एम नॉट अशेम्ड. എന്തുകൊണ്ടാ? പൗലോസിന് 9 കോടിയുടെ മേൽ ഇനി ഒരു 10ാമത്തെ കോടിയും കൂടെ കിട്ടിയതുണ്ടോ? പൗലോസ് 9 കോടി ആസ്തി ഉണ്ടായിരുന്ന വ്യക്തി ആ കാലത്ത്. അതിൻ്റെ കൂട്ടത്തിൽ 1 കോടിയും കൂടെ എക്സ്ട്രാ കിട്ടിയത് കൊണ്ടാണോ ആശയം എനിക്ക് ഈ സുവിശേഷത്തിൽ ലജ്ജയില്ലെന്ന് പറഞ്ഞത്? പറ, എന്തുകൊണ്ടാന്നേ? എങ്ങനെയാ? ഇത് കേൾക്കുന്ന ജാതികൾക്ക് രക്ഷയും ഇതിൽ നിന്ന്
ദൈവത്തിൻ്റെ നീതി സൗജന്യമായി വെളിപ്പെട്ട് വരുന്നു. ആമേൻ. ഹല്ലേലൂയ. Through this gospel, God is revealing His righteousness freely. Hallelujah. അതുകൊണ്ട് ഐ എം നോട്ട് അഷെയിംഡ്. എനിക്ക് ലജ്ജയില്ല. ഹല്ലേലൂയ. ഇന്ന് 10 മിനിറ്റ് സാക്ഷി പറയാൻ പറഞ്ഞാൽ സൗഖ്യമായതുകൊണ്ട് $1 കിട്ടിയതേ ഉള്ളൂ നമുക്ക് പറയാം. പ്രിയരെ, അതിനപ്പുറമാണ്. ഒന്നും അല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ഒരു വർഷത്തേക്കിന് നീതിയെക്കുറിച്ച് പഠിക്കുക. നീതിക്ക് ഫലമുണ്ട്. ദർ ഇസ് ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്, എഫക്റ്റ് ഓഫ് റൈച്ചസ്നെസ്, വർക്ക് ഓഫ് റൈച്ചസ്നെസ്, ബെനിഫിറ്റ്സ് ഓഫ് റൈച്ചസ്നെസ്. ഇതൊക്കെ ബൈബിളുള്ളത് കേട്ടോ. പക്ഷെ ഞാൻ പഠിപ്പിക്കത്തില്ല. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഹോംവർക്കാണ് തരുന്നത്. എന്തൊക്കെയാ? വർക്ക് ഓഫ് റൈച്ചസ്നെസ് എഴുതിയെടുത്ത് വേണമെങ്കിൽ. നീതിയുടെ പ്രവൃത്തി, ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ ഫലം, എഫക്റ്റ് ഓഫ് റൈച്ചസ്നെസ്, പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് റൈച്ചസ്നെസ്, പിന്നെ ഹൗ. സങ്കീർത്തനത്തെക്കുറിച്ച് നീതിമാൻ്റെ പേര് ഉള്ള വാക്യങ്ങൾ പറയാൻ പറ്റുമോ? നീതിമാനുള്ള ബെനിഫിറ്റ്സ് സങ്കീർത്തനത്തിൻ്റെ കുറേ വാക്യങ്ങൾ പറയാൻ പറ്റുമോ? യഹോവയുടെ കണ്ണ് ആരുടെ മേലാണ്? യഹോവയുടെ ചെവി ആരുടെ പ്രാർത്ഥനയാ? ആരുടെ? 34:17. യഹോവ ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നേ? അസംഖ്യമായ കഷ്ടങ്ങളുണ്ടെങ്കിലും എത്രയിൽ നിന്ന് വിടുവിക്കും? എല്ലാത്തിൽ നിന്നും വിടുവിക്കും. അപ്പോൾ അവൻ്റെ കയ്യാറുടെ കൂടെയാ വിടുവിക്കുന്ന, കയ്യാറുടെ കൂടെയാ. ഞാൻ ചെറുപ്പത്തിലായിരുന്നു, ഇപ്പം ഞാൻ വയസ്സനായിരിക്കുവാണ്. പക്ഷേ നീതിമാൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നേരത്തേക്കിനുള്ള അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല. യഹോവയുടെ ഫിനാൻസ് ആരുടെ കൂടെയാ? അപ്പം ഇറക്കുന്നത് അവൻ യഹോവയുടെ ബാങ്ക് ആർക്ക് വേണ്ടി തുറന്നു പിടിക്കുന്നേ? പറയുന്നേ, ഉറക്കെ പറയുന്നേ. യേശുവിൻ്റെ ഒറ്റ ഉദ്ദേശം അതായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനത് പറയത്തില്ല. നിങ്ങൾ വീട്ടിൽ പോയി നല്ലോണം പഠിക്കുക. ഹല്ലേലൂയ. അത് ഹോംവർക്കാകട്ടോ. നിങ്ങളുടെ ലൈഫിലെ ചേഞ്ച് ചെയ്യുന്ന ഹോംവർക്കായിരിക്കും. യേശു അത് മാത്രമേ പറഞ്ഞോളൂ. നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അത് മാത്രം ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാത്തെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഉപവാസത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വല്ലതും അറിയോ? ആർക്കാ എല്ലാ ബെനിഫിറ്റ് ഉള്ളത്? പഴയ നിയമത്തിൽ ആർക്കാ ഉള്ളത്? ആർക്കാ? യഹോവയുടെ കൈ ആരുടെ മേല? ചെവി ആർക്കാ ഉള്ളത്? കണ്ണ്? എല്ലാം നീതിമാന്മാർക്കാ. നീതിമാന്മാർ എത്ര പേരുണ്ട്? അതെന്നാ പറഞ്ഞ നീറ്റായിട്ട് ഹോംവർക്ക് വീട്ടിൽ പോയി പഠിക്കും. എന്നിട്ട് ബൈബിളിൽ നിന്ന് കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ഇന്നലത്തേക്ക് പോകാം. ദൈവരാജ്യം. इन्हें वरातवरुंड कल मैं परमेश्वर का राज्य के बारे में बात कर रहा था. थोड़ी कल नहीं था. इन्हें वरातवरुंड कोई शगलम ഞാൻ ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യത്തിൽ ആർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ? कैसे लोगों को परमेश्वर का राज्य को प्रवेश कर सकते हैं? ആർക്ക് മാത്രമാ? മരിച്ചാൽ എന്തായി മാറും? Only the spirits can be alive in the kingdom of God. ആത്മാക്കൾക്ക് മാത്രമേ. അതുകൊണ്ടാണ് നീ ആത്മാവായി ജനിക്കണമെന്ന് പറഞ്ഞത്. ആമേൻ. അപ്പോൾ ആത്മാവായി ജനിക്കണേ എന്ത് ചെയ്യണം? നല്ലോണം എങ്ങനെ മരിക്കണം? നല്ലോണം മരിക്കണം. നല്ലോണം മരിക്കാത്ത പ്രശ്നം.
പകുതിയൊക്കെ ഇങ്ങനെ. ഇന്നലെയൊക്കെ ആരെങ്കിലും ഡൗട്ടുണ്ടോ? ഇന്നലെ രാത്രി പോയി പരീക്ഷിച്ച് നോക്കിയായിരുന്നോ മരിച്ചോ ഇല്ലയോ എന്ന്? നോക്കിയായിരുന്നോ? കർത്താവെ എന്നെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി പരീക്ഷിക്കും. മരിച്ചോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടോ? കർത്താവെ എന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ദൈവം എന്നാ ചെയ്യും? എങ്ങനെയാ? എന്നെ ഒന്ന് സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞാൽ ദൈവം എന്നാ ചെയ്യുന്നു? എങ്ങനെ പഠിപ്പിക്കും? എങ്ങനെയാണ് പഠിപ്പിക്കുന്നേ? എങ്ങനെ? എന്ത് ചാലഞ്ച്? എന്ത് ടെസ്റ്റ്? നിന്റെ തൊട്ടിപ്പുറത്തുള്ളവന് നിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി അങ്ങ് മാറ്റും. മറ്റുള്ളവരല്ല, തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾ ഏറ്റവും വലിയ ശത്രുവായി മാറും ഒരാഴ്ചക്കകത്ത്. എന്നിട്ട് ദൈവം പറയും സ്നേഹിക്കാൻ പറയും. എന്തുകൊണ്ടാണ് ശത്രുക്കളായതെന്നറിയോ? കുറേ ഉണ്ടോ? ശത്രുക്കളുണ്ടോ? അവരുടെ അഡ്രസ്സ് കീറിക്കളയാനല്ല ശത്രുക്കളാക്കിയത്. എന്തിനു വേണ്ടിയായിരുന്നോ? പഠിപ്പിക്കാനായിരുന്നു. ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? മത്തായി സുവിശേഷത്തിൽ 5, 6, 7 അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റംസ്, സ്പിരിറ്റ് വേൾഡിൻ്റെ നിയമങ്ങളത്. ആമേൻ. ആരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു? ശത്രുക്കളെ സ്നേഹിക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞേ? അല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്ന രാജ്യത്തിൽ ശത്രുക്കളില്ല. എന്തുണ്ടെങ്കിലേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. അവനുണ്ടെങ്കിൽ ശത്രുവുള്ളൂ. അവിടെ ആരില്ല? ഇല്ല. ആത്മാക്കൾക്ക് എന്നാ ശത്രുത? ഹല്ലേലൂയ. അവിടെ ആരില്ല? ശത്രു ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പഠിക്കാൻ പറയുന്നത്. ആരെ സ്നേഹിച്ച്? ശത്രുക്കളെ കൂടെ സ്നേഹിച്ച് പഠിക്കാം. ആമേൻ. അവിടെ നിങ്ങളുടെ ഏതൊക്കെ പേഴ്സണാലിറ്റീസേ ഉള്ളൂ ദൈവരാജ്യത്തിൽ? ആത്മാവും പ്രാണനും. ഉറക്കെ പറഞ്ഞേ, ആത്മാവും. എല്ലാവരും വരാ. നമ്മളിൽ എത്ര പേരുണ്ട്? 3 പേര്. ആരൊക്കെയാണ്? ഇന്നലെ ഞാനൊരു ഓർഡർ പറഞ്ഞായിരുന്നു. ആത്മാവ്, ദേഹം, ദേഹം, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ഇതിൻ്റെ അകത്ത് നമ്മൾ ആരല്ല? ദേഹമല്ല. നമ്മൾ ആരല്ല? ഉറക്കെ പറയണേ. ഇത്രയൊന്നും പോരാ. ഈ ക്ലാസ് റൂമിൽ സൗണ്ട് എനിക്ക് നല്ല സൗണ്ട് കിട്ടണം. നമ്മൾ ആരല്ല? ദേഹമല്ല. ഈ ദേഹം എന്താണ്? ഒരു താൽക്കാലിക ഗൂഢാരം. ഇറ്റ് ഈസ് എ ടെമ്പററി ടെൻ്റാണ്. നമുക്ക് വേണ്ടി എന്തുണ്ട്? ഒരു സ്ഥിരമായ കെട്ടിടം കിടപ്പുണ്ട്. കൂടാരമല്ല അത് കെട്ടിടമാണ്, അത് വീടാണ്. അങ്ങനെയല്ലേ പറഞ്ഞ്? 2 Corinthians 5:1 5:1 തോന്നുന്നു. നിത്യവൻ അഴിഞ്ഞു പോയാലും ഞങ്ങൾക്ക് എന്തില്ല? ഞങ്ങൾ സങ്കടപ്പെടുന്നില്ല. എന്തുകൊണ്ടാ? കൈപ്പണിയല്ലാത്ത നിത്യ ഭവനമാണ്, അത് കൂടാരമല്ല. ആമേൻ. നിത്യകൂടാരം ഉണ്ട്, ഓൾറെഡി റെഡിയാണ്. നമ്മുടെ മേളിലുണ്ട്. അതുകൊണ്ട് അഴിഞ്ഞു പോയാലും നമുക്ക് ടെൻഷൻ ഇല്ലാത്തത്. അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. ആമേൻ. ആ ഭവനം നമ്മുടെ ആത്മാവാകുന്ന എൻ്റെ മേൽ ധരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ ഇത് അഴിഞ്ഞു പോയാൽ നമുക്ക് എന്തില്ല? ടെൻഷൻ ഇല്ലാതെ വരത്തുള്ളൂ. ആമേൻ. ഓക്കെ. നിങ്ങളാരാണ്? നിങ്ങൾ ആത്മാവാണ്. എല്ലാവരും പറയും ഞാൻ ആത്മാവാണ്, എനിക്ക് ദേഹിയുണ്ട്. എല്ലാവരും പറഞ്ഞു എനിക്ക് ദേഹിയുണ്ട്, ഞാൻ ശരീരത്തിനകത്ത് വസിക്കുന്നു. എല്ലാവരും ഞാൻ ശരീരത്തിൻ്റെ അകത്ത്. എല്ലാവരും ഇംഗ്ലീഷിൽ പറ. ഐ ആം എ സ്പിരിറ്റ്, ഐ ഹാവ് എ സോൾ, ഐ എം ഡ്വെല്ലിംഗ് ഇൻസൈഡ് ദ ബോഡി.
ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ. കാരണം എന്നാ അറിയോ, അവിടെ പോയാൽ ഈ പരിപാടിയും പറഞ്ഞു ആ വാതിൽ അടച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓർഡർ കഴിഞ്ഞു. പിന്നെ ഐ ആം എ ബോഡി, ഐ ഹാവ് എ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള ഐ ഹാവ് എ സ്പിരിറ്റ്. യു ഡോണ്ട് ഹാവ് എ സ്പിരിറ്റ്, യു ആർ സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. Okay, you are a spirit, I am a spirit, I have a soul, I am inside the body. Who are you? Okay. മാസം ഒരു $5,000 കിട്ടി. ഇഫ് യു ആർ ഗെറ്റിംഗ് $5,000 മന്ത്ലി, എത്ര പെർസെൻറ്റേജ് നിനക്ക് വേണ്ടി നീ ചിലവാക്കുന്നുണ്ട്? इफ यू गेटिंग, आपको $5,000 मिल रहा है तो आपके लिए मतलब आप आत्मा है, आपके लिए आप कितने % खर्चा कर रहा है? ഓ ഉണ്ടോ ആരെങ്കിലും? ആർക്ക് വേണ്ടി? വാടക വീട്ടിൽ താമസിച്ചവർ എത്ര പേരുണ്ട്? വാടക വീട്ടിൽ താമസിച്ചവർ എത്ര പേരുണ്ട്? അയ്യോ എന്തിനാ ടെൻഷൻ? ഒന്നും പറ്റത്തില്ല. ഈ വാടക വീട്ടിൽ താമസിച്ചപ്പോൾ 5 മാസവും 3 മാസം കൂടുമ്പം പെയിന്റ് അടിച്ചവർ എത്ര പേരുണ്ട്? ആരാ? ആരും ഇല്ലല്ലേ? എന്തുകൊണ്ടാ? അത് താൽക്കാലികമാണ്. വിട്ടിട്ട് പോകേണ്ടതാ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിങ്ങൾക്ക് കിട്ടുന്ന 5,000-6,000-ത്തിനകത്ത് 95 അതിനകത്ത് 10% കൊടുക്കാൻ പറഞ്ഞാലും എനിക്കറിയത്തില്ല 10% കംപ്ലീറ്റ്ലി എത്ര പേർ കൊടുക്കുന്നവരുണ്ടെന്നുള്ളത്. അത് പാസ്റ്റ് പിടിച്ച് മറച്ചാൽ ഇവിടെ എവിടെയെങ്കിലും കിടക്കും 10%. അല്ലെങ്കിൽ അതും ആർക്ക് വേണ്ടി ചിലവാക്കും? വാടക വീട്ടിലോട്ട് പെയിന്റ് അടിയല്ലേ എല്ലാ മാസവും ചെയ്യുന്നേ. അവിടെ ചെല്ലുമ്പോഴോ ഇവിടെയും പാപ്പറ, ഇവിടെയും പാപ്പറ. അവിടെ എല്ലാം വെച്ചിട്ടുണ്ടോ? ഹലോ, വല്ലതും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ? When you give to the kingdom of God, നീ ദൈവരാജ്യത്തിലേക്കും ദൈവരാജ്യത്തിലേക്ക് നീ കൊടുക്കുമ്പോൾ നീ നിനക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. Hallelujah. You are giving to you as a spirit. You are investing there as a spirit. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ദൈവരാജ്യത്തിലുള്ള നമുക്ക് 10 എത്രയാ ദൈവരാജ്യത്തിലുള്ളവർ? ആർക്കാ എത്ര? എങ്ങനെയാ കണക്ക്? ഓഹരിയൊന്നുമില്ല. കിങ്ഡം സിസ്റ്റത്തിൽ വരുമ്പോൾ എങ്ങനെ അറിയോ? എല്ലാം രാജാവിൻ്റെയാ. ഞങ്ങളുടെ മൈസൂരിൽ ഇപ്പോഴും ഉണ്ട്, രാജാവുണ്ട്. ഇപ്പോഴും അവിടുത്തെ സ്ഥലങ്ങളുണ്ട്, രാജാവിൻ്റെ പേരിലാണ് സ്ഥലം കിടക്കുന്നത്. പക്ഷേ കൃഷി മൊത്തം നടത്തുന്നത് അവിടുത്തെ ആളുകളാണ്. രാജാവ് സ്ഥലം മൊത്തം എഴുതി കൊടുത്തിരിക്കുക ആളുകൾക്ക്, രാജാവിൻ്റെ പേരിലുള്ളത്. കൃഷി ചെയ്ത് എന്ത് ചെയ്യും? ഒരു പങ്ക് രാജ്യത്തിന് കൊടുക്കും. ഇവന് വേണ്ടിയത് എടുക്കാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പങ്കല്ല. ഇവന് അവിടെ ജോലി എടുക്കുന്നത് കൊണ്ട് ഇവൻ എത്ര സുഭിക്ഷമായി കഴിയണോ അതിലെടുക്കാൻ പുള്ളിക്ക്. ആമേൻ. നിനക്കും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും എത്ര വേണേലും എടുത്തോ, സുഭിക്ഷമായി കഴിഞ്ഞോ. പക്ഷേ ബാക്കി ആർക്ക് കൊടുക്കണം? രാജാവിൻ്റെ. ഉണ്ടോ? എല്ലാവരും ഉണ്ടോ ഇവിടെ? അത് പഠിപ്പിക്കാനല്ല കേട്ടോ വന്നത്.
എന്നാലും രാജ്യത്തിൻ്റെ തത്വം. എന്തുകൊണ്ടാണ് ഈ ചോറുണ്ടുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? ഓ എന്ന് താവേ എന്തിനാ? ദൈവം രാജാവിൻ്റെ പറമ്പിൽ ഉണ്ടായ ശാപ്പാട കഴിക്കുന്നേ. അതുകൊണ്ട് കഴിക്കുന്നതിന് മുന്നേ രാജാവിന് എന്ത് കൊടുക്കുക? നന്ദി പറയുക. ഹല്ലേലൂയ. ഇതൊക്കെ കിങ്ഡം സിസ്റ്റത്തിലാണ് വന്ന് കയറിയിരിക്കുന്ന ഇതെല്ലാം വന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഉള്ളൂ, യു ആർ സ്പിരിറ്റ് ആൻഡ് യു ഹാവ് സോൾ. ആമേൻ. ഇനി തൊട്ടെങ്കിലും സ്പിരിറ്റ് ആകുന്ന നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ ഇപ്പം ഒരു 6-7 വർഷമായിട്ട് 50% ഞാൻ കൊടുക്കുന്നത്. ഞാനും എൻ്റെ മകനും. എൻ്റെ ചർച്ചിലെ ഏറ്റവും കൂടുതൽ ടൈത്ത് ഗീവേഴ്സ് ഞാനും എൻ്റെ മകനുമാണ്. എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ മകന് കൊടുക്കും. അവന് മോസ്റ്റ് പ്രോബബ്ലി ഒരു 75,000 രൂപ 80,000 രൂപയോളം ഒരു മാസം ടൈത്ത് കൊടുക്കും. 50%. വി ഗീവ് 50%. യു ഷുഡ് ഇൻക്രീസ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ യു ആർ ഇൻവെസ്റ്റിംഗ് ടു യുവർ സെൽഫ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ യു വിൽ ഹാവ് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്, യുവർ ഇൻട്രസ്റ്റ് ടു ഗെറ്റ് ബാക്ക്. അവിടെ ചെല്ലുമ്പോൾ നിനക്ക് എന്താ പലിശ കൂട്ടി തിരിച്ച് ദൈവം തരാൻ റെഡിയായിട്ടുണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. കാരണം ഒരു രാജ്യമുണ്ട് കേട്ടോ, ആ രാജ്യത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞു ഈ രാജ്യത്തിൽ എന്താണ് പ്രാധാന്യം. ഈ രാജ്യത്തിൻ്റെ മീഡിയ ഓഫ് ട്രാൻസാക്ഷൻ ഏതാണ്? ഈ രാജ്യത്തിൽ എന്നാ കിട്ടണമെങ്കിലും എന്തു മതി? ദൈവത്തിൻ്റെ ശബ്ദം. എല്ലാവരും പറഞ്ഞേ, ദൈവശബ്ദം മതി. ये परमेश्वर का राज्य में कुछ भी मिलना है तो आपको परमेश्वर का शब्द काफ़ी है. Okay. English, okay, good. Abam, in kingdom of God, anything you want, whatever you need, what's enough for that? Orake para. Okay. ഇപ്പം ദൈവശബ്ദം കേൾക്കണമെങ്കിൽ എങ്ങോട്ട് ചെവി ചേർക്കണം? നിങ്ങളുടെ ദൈവം എവിടെ ഉള്ളത്? പറ. ഇവിടെ നിങ്ങളുടെ ദൈവം ഇവിടെ ഉള്ളത്. ഏത് ദൈവം അത്? പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. പുള്ളി എവിടെ ഉണ്ട്? ഉറക്കെ പറ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. Don't you know that you are the temple of the Holy Spirit? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു നിങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും എന്ത് മതി? ഒരു ശബ്ദം. ഉറക്കെ പറ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ തീർന്നു എന്നാണോ? എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞാൽ അനുഗമിക്കൂ എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ കാര്യമായി പറയുന്നത്? മൈ ഷീപ്സ് വിൽ ഹിയർ മൈ വോയിസ് ആൻഡ് ഫോളോ മീ എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ കാര്യമായി പറയുന്നേ? ഫോളോ മീ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നടക്കാൻ കാലുള്ളിടത്തോളം കാലം. ആമേൻ. നടക്കാൻ കാലുള്ളിടത്തോളം കാലം നീ എങ്ങനെ ജീവിക്കുക? നമ്മളെങ്ങനെ ജീവിക്കേണ്ടിയേ? ശബ്ദം കേട്ട് അനുസരിക്കുക. Until we have the strength to walk in our leg, we have to follow by hearing his voice. Amen. Hallelujah. Praise the Lord. അപ്പം എഫേസ്യൻ ലേഖനത്തിൽ പറയുന്നത്, in Ephesians 1:19 it says, Lord, open the eyes of their mind. മനോനേത്രം തുറക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
മനോനേത്രം തുറക്കണം. അപ്പം എനിക്ക് 3 പിള്ളേർ. കം യു കം 3 ബോയ്സ്. വേണ്ട ബോയ്സ്. അപ്പം പാസ്റ്റ് ബോയ്സ് ഇല്ലല്ലോ. കം ഹീറോസ് വന്നു പുറകെ ഇപ്പോണ്ടല്ലോ, കാണാൻ പെട്ടെന്നോ ടൈം കളയണ്ട. Come on, take from Romans chapter 7 verse 22, 23 and 24. റോമലേഖനം 7-ാം അധ്യായം 22, 23, 24. ഓക്കെ, നമുക്ക് എന്തേ ഉള്ളൂ? നമ്മളാരാണ്? ആത്മാവാണ്. നമുക്കെന്തുണ്ട്? സോളുണ്ട്. ഈ സോളിൻ്റെ അകത്താണ് ഏറ്റവും വലിയ നിക്ഷേപം കിടക്കുന്നത്. സോളിൻ്റെ അകത്ത് എന്തുണ്ട്? Inside the soul you have your mind, emotion and willpower, decision making power. ഇത് 3 എവിടെ ഉള്ളത്? സോൾ, പ്രാണൻ്റെ അകത്താണ് ഉള്ളത്. എന്തൊക്കെയുണ്ട്? മൈൻഡ്, മനസ്സ്. എല്ലാവരും പറ മനസ്സ്, മൈൻഡ്. നെക്സ്റ്റ് വൺ എമോഷൻ. എല്ലാവരും പറഞ്ഞ എമോഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വികാരം. തേർഡ് ഈസ് വിൽ പവർ ഓർ ഡിസിഷൻ മേക്കിംഗ് പവർ. ഇച്ഛാശക്തി, തീരുമാനശക്തി എന്ന് പറയാമോ? എന്തൊക്കെയുണ്ട് പ്രാണൻ്റെ അകത്ത്? എന്തൊക്കെയുണ്ട്? മനസ്സ്, എമോഷൻ. ഇത് രക്ഷിക്കപ്പെട്ടതാണോ? ഇത് വല്ലതും രക്ഷിക്കപ്പെട്ടതാണോ? ഇത് രക്ഷിക്കപ്പെടണോ? പെടണോ? അല്ലെങ്കിൽ പെട്ടു. 30 ലക്ഷത്തിൽ 2 പേരെ ഈ രക്ഷിക്കപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്ത് പറ്റിപ്പോയി? മരുഭൂമിയിൽ പെട്ടുപോയി. എന്തുകൊണ്ടാണ് പെട്ടുപോയത്? മനസ്സ് രക്ഷിക്കപ്പെടാത്തതുകൊണ്ട്. ശത്രുവിൻ്റെ കോട്ടയിൽ നിന്ന് പോന്നു, പക്ഷെ മനസ്സിപ്പോഴും രക്ഷിക്കപ്പെട്ടില്ല. ഹലോ, ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? മനസ്സ് രക്ഷിക്കപ്പെടണോ? ആരാ? ദൈവം ചെയ്യുവോ? ദൈവം ചെയ്യത്തില്ല. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കർത്താവെല്ലാം ചെയ്തു, പക്ഷെ മനസ്സിൻ്റെ രക്ഷ ദൈവം ചെയ്യത്തില്ല. ദൈവം എന്ത് പറഞ്ഞു? റോമലേഖനം 12:2 പറഞ്ഞു, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി എന്നാ ചെയ്യണം? രൂപാന്തരപ്പെടുത്തി യു ഹാവ് ടു അതെന്തോ ട്രാൻസ്ഫോംഡ് ഒന്നുമുണ്ട്. റിന്യൂയിങ് യുവർ മൈൻഡ് ബൈ ട്രാൻസ്ഫോമിങ്. അതെങ്ങനെ മലയാളത്തിൽ എങ്ങനെയാ? അനുരൂപരാകാതെ പ്രസാദം, ഇതല്ല ഇതിൻ്റെ മേളിലുണ്ട്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ആരോടാ പറഞ്ഞ ചെയ്യാനായിട്ട്? ഞാൻ സഹായിക്കാന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞേ, ദൈവം സഹായിക്കത്തില്ല എന്ന് പറ. ദൈവം എല്ലാം ചെയ്യുമെന്നും പറഞ്ഞിരുന്നാൽ ചെയ്യത്തില്ല. ആര് ചെയ്യണം? Who should do? We should do. എന്ത് ചെയ്യണം? Renew your mind and transform. എന്ത് ചെയ്യണം? Renew your mind and transform. Amen. Hallelujah. നമുക്കതിലേക്ക് ഒന്ന് പോകാം. കമ്മിയാ അത് ഏറ്റവും കുഞ്ഞപ്പനാരാണ്? ഹൈറ്റാരാ കുറവുള്ളത്? നീ ഒരു കുഞ്ഞു പാർട്ടി ഉണ്ടാകുന്നല്ലോ, പയ്യൻ ഇവിടെ കാണാം, കൊച്ചു പയ്യനുണ്ടാകുന്നില്ല.
ആ കമ്മിയർ പോയി വേടാ കാട് നീ ബാക്കി നിൽക്കും ഇവിടെ സ്റ്റാൻഡ് ബാക്ക് കമ്മിയാ ബാക്ക് ബാക്ക് ഇവിടെ ആ ആ ഓക്കെ. ഇതിൻ്റെ അകത്ത് ദേഹം ദേഹി ആത്മാവൊക്കെ ഏതാ? ഫ്രണ്ടിൽ കാണുന്ന ആരാ? ഓർഡർ ആത്മാവാണെങ്കിലും പുറത്ത് കാണുന്ന ആരാ? നമുക്ക് കണ്ണാടി മുൻപേ കാണുന്നത് ആ പുള്ളിയേ ഉള്ളൂ. വാടക വീട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതിൻ്റെ പുറകിലാണ് പ്രാണനുള്ളത്. അതിൻ്റെയും പുറകിലാണ് ആരുള്ളത്? ശരിക്കുള്ള നിങ്ങളുള്ളത്. പിന്നെ നിങ്ങൾ ജീവിക്കുന്ന ആരാന്നും പറഞ്ഞാ നിങ്ങൾ ജീവിക്കുന്ന ആരാന്നും പറഞ്ഞാ ആ പുള്ളിയാന്നും പറഞ്ഞ ആയുസ് പോയി. ഓക്കെ. മോനിങ്ങോട്ട് വാ, മോനിവിടെ വാ, മോനിങ്ങോട്ട് വാ. ഓക്കെ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നമ്മൾ രക്ഷിക്കപ്പെട്ടല്ലേ? രക്ഷിക്കപ്പെട്ടോ? പെട്ടപ്പോൾ എവിടെ നിന്നാണ് പെട്ടത്? രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് നിങ്ങളുടെ മലയാളം ഭാഷയിൽ എന്താ അർത്ഥം? മലയാളം ഭാഷയിൽ ദൈവത്തെ എല്ലാം വിട്, രക്ഷിക്കപ്പെട്ടോ എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അയ്യോ, ലിറ്ററേച്ചർ ലാംഗ്വേജ്, മലയാളം ലിറ്ററേച്ചർ ലാംഗ്വേജിൽ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആരോ പറഞ്ഞു ഇവിടെ. എന്തുവാ പറഞ്ഞേ? അത് തന്നെയാ അർത്ഥം, രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തോ അർത്ഥം? രക്ഷപ്പെട്ടോ. വേറെ ഒരു അർത്ഥം അതിനകത്തില്ല, കൂട്ടിച്ചേർക്കണ്ട. എന്നാ പെട്ടോ? രക്ഷപ്പെട്ടോ. രക്ഷപ്പെട്ടോ എവിടുന്നാ? പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? അങ്ങനെ അപ്പം രക്ഷപ്പെട്ടത് എവിടുന്നാണ്? എന്താണ് നിങ്ങൾക്ക് രക്ഷപ്പെട്ടത്? നിങ്ങൾക്ക് രക്ഷപ്പെടുന്നതിന് മുന്നേ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ മേലെ എന്തുണ്ടായിരുന്നു? മരണമുണ്ടായിരുന്നു. മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആത്മാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ആത്മാവിന് ശ്വാസം ഇല്ലെന്നാണോ? യെസ്, ഡിറ്റാച്ച് ഫ്രം ദ. ഓക്കെ, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവാണ്. ഓക്കെ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നിങ്ങളാകുന്ന ഈ ആത്മാവിന് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ പറ്റുമോ, അത് ഉൾക്കൊള്ളാൻ പറ്റുമോ, അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനാണ് മരണമെന്ന് പറയുന്നത്. ആമേൻ. As God, I am a God, I am God, and there is spirit, soul, and body. What do you mean by death? Death just means that you as a spirit not able to have any communication with God. If whatever God speaks, whatever God says, you will never understand it. You will never hear that. You don't have any communication with God. That's what it's called death. ഇന്നലെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ പറഞ്ഞല്ലോ, അൺറെസ്പോൺസിബിൾ, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അൺറെസ്പോൺസിബിൾ അല്ല, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ ഈ മരണം അത് തന്നെയല്ലേ? ദൈവത്തിൻ്റെ രാജ്യവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. അതിന് മരണം എന്നാണ് പറയുന്നത്, ഡെത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു വന്നത് എന്തിനായിരുന്നു? ഇപ്പം ഒരു വാക്ക് പറഞ്ഞല്ലോ, രക്ഷപ്പെടുത്താൻ വന്നു. യേശു എന്തിനാ വന്നേ? അതാ അർത്ഥം. എന്തിനാ വന്നേ? എവിടുന്ന് രക്ഷപ്പെടുത്താൻ വന്നു? മരണമെന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിന്
കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു. അവിടുന്ന് യേശു എന്നായതു? നിന്നെ രക്ഷപ്പെടുത്തി. ഉണ്ടോ? സിമ്പിളാക്കി തരുക ഞാൻ. നിങ്ങൾ എന്ത് ചെയ്തു? ഉറക്കെ പറഞ്ഞേ. രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങളെ എവിടെ കൊണ്ടുവന്നത്? ഈ ആത്മാവിന് എന്തില്ലായിരുന്നു? മരണമായിരുന്നു ആത്മാവിൻ്റെ മേൽ ആയിരുന്നല്ലേ? മരണം എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് ഇനി ഒരിക്കലും, ദൈവരാജ്യവുമായിട്ട് ഇനി ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഈ പുള്ളിയെ രക്ഷപ്പെടുത്തിയിട്ട് എവിടെ കൊണ്ടു നിർത്തി? എന്തോ കിട്ടിയത്? രക്ഷപ്പെട്ടപ്പോൾ എന്നാ കിട്ടി നിങ്ങൾക്ക്? യേശുവിനെ വിശ്വസിക്കുക ഏവനും നശിച്ചു പോകാതെ. എന്നാ കിട്ടി? നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം ഇനി എന്തില്ലെന്ന്? നിത്യജീവൻ എന്ന് പറഞ്ഞ അർത്ഥം അത്രേ ഉള്ള ഇതിനർത്ഥം. നിത്യജീവനന്റെ അർത്ഥം എന്താ? ഉറക്കെ പറ. അയ്യോ, സന്തോഷമുള്ളവരെങ്കിലും പറ. എന്താ അർത്ഥം? എന്നില്ല. അതിൻ്റെ അർത്ഥം എന്തോ? മരണമില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മരണമില്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞ? ലീവ് ഫോർ എവർ എന്ന് പറഞ്ഞ കാരണം അറിയത്തില്ല പോലെ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇത് പറഞ്ഞതാ. ദൈവമായിട്ട് ബന്ധം ഉണ്ടായി. ഇനി ഈ ബന്ധം മരണമില്ലെന്ന് ഈ ബന്ധത്തിന്. ഇനി ഹലോ, അതിനെന്താ പേര് പറയുന്നേ? നിത്യ. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഇനി വാക്കുകളുടെ അർത്ഥം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇനി എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് ദെയർ ഇസ് നോ ഡെത്ത് ഇൻ ദാറ്റ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇനി ഞാനും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും നിന്നു പോകത്തില്ല. ഫോർ എവർ ഹി വിൽ ബി ഹിയറിങ് മൈ വോയിസ്. ഇപ്പോൾ നിത്യജീവൻ വന്നപ്പോൾ ഈ പുള്ളിയുടെ അകത്ത് ആര് വന്നു? ആത്മാവിൻ്റെ അകത്ത് ആര് വന്നു? പരിശുദ്ധാത്മാവെന്ന് വസിക്കാൻ തുടങ്ങി. ആമേൻ. ഇതിൻ്റെ ബേസിക് ക്വാളിറ്റിയാണ്. ബേസിക് ഈ ആലയത്തിൽ എവിടെയാ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത്? എവിടെയാ വസിച്ചത്? മോസ്റ്റ് ഹോളി പ്ലേസിൽ എവിടെയാ? ആർക്ക് ഓഫ് കവനന്റിൽ എവിടെയാ? അതിവിശുദ്ധ സ്ഥലത്ത് എവിടെയാ? 10 കമാൻഡ്മെന്റ്സിൽ എവിടെയാ? ദൈവം വസിച്ച സ്ഥലം എവിടെയാ? Where did God sit? കൃപാസനം എവിടെയായിരുന്നു? പറഞ്ഞേ. കേരൂബികളുടെ സെന്ററിലായിരുന്നു. ഇവിടെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? ആർക്ക് ഓഫ് കവനന്റ് പെട്ടകം, ഇത് ബോക്സ് ഏതുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മരം കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? മരത്തേലായിരുന്നോ ദൈവം വസിച്ചത്? മരത്തിലാണോ ദൈവം വസിച്ചത്? അല്ല. ആ പെട്ടകത്ത് അതിനെ എന്ത് കവർ ചെയ്തു? ഉറക്കെ പറ. കംപ്ലീറ്റ്ലി എന്നാ കൊണ്ട് കവർ ചെയ്തായിരുന്നു? സ്വർണം കൊണ്ട് കവർ ചെയ്തായിരുന്നു. സ്വർണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തടി മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. സ്വർണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നീതിയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനെ സൂചിപ്പിക്കുന്നത്? ഉറക്കെ പറ. ഒന്ന് പറ. ഉറക്കെ പറ. അപ്പൊ ഈ നീതി ഇതിൻ്റെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും വന്ന് വസിക്കാൻ പറ്റത്തുള്ളൂ. ആർക്കാ? ഉറക്കെ പറയുന്നേ. ദൈവസാന്നിധ്യം, പരിശുദ്ധാത്മാവിന് നമ്മുടെ മേലെ വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിന്നെ ഇവിടുന്ന് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ദൈവം എന്ത് ചെയ്തു? കൊരിന്ത്യർ ലേഖനത്തിൽ എന്താ പറയുന്നത്? ഹൂ ഡിഡ് നോട്ട് ഹാവ് സിൻ became sin so that we can become, to make us the God's righteousness. നമ്മുടെ മേൽ എന്ത് ചെയ്ത് കവർ ചെയ്തു?
എന്ത് ചെയ്തു? എന്തിനാ പുള്ളി കവർ ചെയ്തത്? പുള്ളിക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ പുള്ളി കവർ ചെയ്തത്? പുള്ളിക്ക് വന്ന് ഉള്ളിൽ വസിക്കണം. എന്തിനാ പുള്ളിക്ക് വന്ന് വസിക്കേണ്ട കാര്യം? കാരണം പുള്ളിക്കാണെങ്കിലും മറ്റേ പുള്ളിക്കാണെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നാ വേണം? ഈ ശരീരം വേണം. എന്നാ വേണം? പക്ഷെ ഈ ശരീരത്തിനകത്ത് ചുമ്മാ വന്ന് വസിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്. എന്തായിരിക്കണം? റൈച്ചസ് ആയാൽ മാത്രമേ പുള്ളിക്ക് സിംഹാസനത്തിന്റെ മേൽ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. എന്തിനാ പുള്ളി വന്ന് ഈ ശരീരത്തിൽ ഇരിക്കുന്നേ? പുള്ളിയുടെ രാജ്യം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എന്തിനാ പുള്ളി വന്നിരിക്കുന്നത്? സ്വർഗത്തിലുള്ളതുപോലെ പുള്ളിക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിക്കണം. ആമേൻ. ഉണ്ടോ? നിങ്ങളുടെ ശരീരങ്ങൾ അതിൻ്റെ ഭാഗമാണ്. യുവർ ബോഡി ഈസ്, Holy Spirit has come inside you so that through your body He can do His will on the earth as it is in the heaven. എല്ലാവരും ഉണ്ടോ? ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എനിക്ക് വീട് കെട്ടിത്തരാനല്ല പുള്ളി വന്നിരിക്കുന്നത്. പുള്ളിയുടെ രാജ്യം സ്ഥാപിക്കാനാണ് പുള്ളി നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഹലോ 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 ഉണ്ടോ ഇവിടെ? He came inside me not to give me a good house, not to give my children, not my children to get married well, not to give me good education, but He came inside me to establish His kingdom as it is on the heaven, on the earth. When we submit our body totally for that, He will take care of our all needs. രാജ്യത്തിനെ കുറിച്ച് നീ നിന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, all things what you are looking for, what to eat, where to lie down, what to wear, ഈ മൂന്നും മനുഷ്യന്റെ ബേസിക് 3 നീഡുകളായത്. ഇതിനു വേണ്ടിയാണ് നിങ്ങളെല്ലാം കഷ്ടപ്പെടുന്നത്. ഇത് നിങ്ങളെ പിന്തുടരും. ഹല്ലേലൂയ. ഉണ്ടോ ഇവിടെ? എല്ലാവരും ഉണ്ടോ? വിട്ടുകൊടുക്കണം, വിട്ടുകൊടുക്കണം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് He has bigger plans. Wherever you are, He has His plans to be established. It may be in your company, it may be in your school, it may be in your family, it may be in the place where you're working. Your job, your only one duty, your duty is to leave your body to Him so that He can access, He can touch the people, He can heal the people. യേശു സൗഖ്യം തരുമെന്നുള്ളതല്ല സുവിശേഷം. യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ പറ. ബെറ്റർ കിങ്ഡം, ബെറ്റർ ലൈഫ്. He gives you a better life. He gives you a peaceful life. രാജ്യത്തെക്കുറിച്ച് പറ. Miracles, it will happen by itself. Jesus never preached miracle. Jesus preached kingdom, and miracle was happening so that He told kingdom is here. Amen. Hallelujah. Okay. നമുക്ക് ഇപ്പോൾ ആര് വന്നു നമ്മുടെ ഉള്ളിൽ? Who came inside us? ഉറക്കെ പറ, ഉറക്കെ പറ. ഓക്കെ, വായിച്ചേ, വാക്യം വായിച്ചേ. ഓക്കെ, രക്ഷിക്കപ്പെടുന്നതിന് മുന്നത്തെ ഒരു കാര്യമാണ്. ബിഫോർ കമ്മിങ് ടു ദ ലോർഡ്, ദൈവസന്നിധിയിൽ വരുന്നതിന് മുൻപേ, ഓക്കെ, ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ, വൺ ഡേ നൈറ്റ് 10 o'clock, it's already 10 o'clock. Tomorrow morning by 10 o'clock you need like 5 lakh rupees. ഓക്കെ, നാളെ രാവിലെ 5 ലക്ഷം രൂപ വേണം. ഇന്ന് രാത്രി 10 മണിയായി, ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യും? വാട്ട് യു വിൽ യു ഡു? പെട്ടെന്ന് പറഞ്ഞേ. യു ഡോണ്ട് നോ പ്രേ, യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. ക്രിസ്ത്യൻ അല്ല. വാട്ട് വിൽ യു ഡു? ബട്ട് ഇറ്റ്സ് ഓൾറെഡി 10 o'clock, ബട്ട് യു വിൽ
തിങ്ക് അല്ലെ, പ്ലാൻ ചെയ്യും അല്ലേ? എന്ത് പ്ലാൻ ചെയ്യും? എങ്ങനെ കിട്ടും? ആരോട് ചോദിക്കണം? ടു ഹൂം ഐ ഹാവ് ടു ആസ്ക്. നാളെ പോയി നേര് പറഞ്ഞാൽ കിട്ടുമോ? എന്നാ പറയണം? കള്ളം പറയണം. നല്ല നല്ല ഫ്രെയിം ചെയ്തൊരു കള്ളം പറഞ്ഞാലേ പൈസ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇതെല്ലാം എവിടെ നടക്കുന്നേ? എവിടെ നടക്കുന്നേ? മെയിൻ പാർട്ടിയാണ്. എല്ലാം ഇവിടെ നടക്കുന്നത്. എത്ര മണിക്ക് നടന്നു? At 10 o'clock, all things are happening here. Okay? He planned tomorrow morning to go to Matthew's house and he should tell a crooked lie so that Matthew will fall down. Within seconds, he will take the money and he will give to him. എങ്ങനെ സോട്ടും കൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവോ? ഇല്ല. നെവർ ഗോ, നോട്ട് ഗെറ്റ്. എന്തിടും? കണ്ടാൽ നമുക്ക് മത്തായിച്ചനെ കാണുമ്പോൾ തന്നെ ദയ തോന്നണം. പഴയത് തേക്കാത്ത ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ ആരെങ്കിലും തരുമോ? ഒരു മനുഷ്യൻ തരത്തില്ല. അപ്പോൾ തേക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് എല്ലാം എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേർ ഇസ് ഹാപ്പനിങ്? അതൊക്കെ പറ. രാവിലെ 8 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റോ? TV കണ്ടുകൊണ്ടിരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യും? ഇങ്ങനെ പോകുന്നതിന് മുന്നേക്ക് റെഡിയാ. എന്തൊക്കെ കാര്യം നടക്കണം? പ്ലാൻ ചെയ്ത തുണിയിടണ്ടേ? ആണോ? അല്ലേ? വേറെ ഒന്ന് ഇടാൻ നോക്കിയാൽ പറ്റുമോ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, it was just an information in your mind till now. Now it is becoming transformed to your body and body is becoming slave to that information. എല്ലാവരും ഉണ്ടോ? ഇതിനാണ് ശരീരം അടിമയാകുക എന്ന് പറയുന്നത്. ആമേൻ. അപ്പം പഴയ തുണി എടുത്ത് ശരീരത്തോട്ടിട്ടു. മത്തായിയുടെ വീട്ടിൽ പോയി. ഇപ്പം എന്താവും? മത്തായിയുടെ വീട്ടിൽ പോയാൽ നെക്സ്റ്റ് എന്തോ അടിമയാവും? നെക്സ്റ്റ് ലൈ. വാട്ട് ഈസ് ഗോയിങ് ടു ബി സ്ലേവ് നൗ? ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ ഇപ്പം നാക്കടിമയായി. നുണ പറഞ്ഞു. 5 ലക്ഷം രൂപ മത്തായിച്ചൻ തന്നു. ഇപ്പം നിങ്ങൾ എന്നാ ചെയ്യും? അല്ലേ? എപ്പോഴെങ്കിലും ഇത് കുറ്റമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇങ്ങനെ തന്നെ പറഞ്ഞു. 25 വർഷം നമ്മൾ കഴിഞ്ഞു. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. യു കെയിം ടു നോ അബൌട്ട് ദ ലോർഡ്. സംബഡി പ്രീച്ച്ഡ് യു ആൻഡ് നൗ ഹൂ ഈസ് ഇൻസൈഡ് യു നൗ? Holy Spirit is inside you now. Amen. Hallelujah. 10 ലക്ഷം പോകത്തില്ലല്ലോ. പിന്നെ ഈ 10 ലക്ഷം പിന്നെ വന്നുകൊണ്ടിരിക്കും. പോവോ? ഉണ്ടോ ഇവിടെ? പോവോ? അത് അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ പോയോ? പോകത്തില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, സാധനപ്പെട്ടു. പാസ്റ്ററിൻ്റെ പ്രശ്നങ്ങളെങ്കിൽ എങ്ങനെ ദൈവം അത്ഭുതം ചെയ്യും. കാക്ക കൊണ്ടുവരും. എലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം. ഹല്ലേലൂയ. വിശ്വാസം അല്പം പോലും എന്ത് ചെയ്യരുത്? കുലുങ്ങിപ്പോകരുത്. ഇതെല്ലാം കേട്ടിങ്ങനെ തീ പിടിച്ചിരിക്കുക. അപ്പോഴാണ് 10 ലക്ഷം രൂപ നാളെ 10 മണിക്ക് വേണം. ഇപ്പം എന്നാ ചെയ്യും? ഇപ്പം എന്നാ? രാത്രി 10 മണിയായി, പൈസ വേണം. എന്നാ ഇപ്പം? രക്ഷിക്കപ്പെട്ടതാണ് നിങ്ങൾ. ഇപ്പം രക്ഷിക്കപ്പെട്ടു. ഇപ്പം എന്നാ ചെയ്യും? എന്ത് ചെയ്യും? ഉറക്കെ പറ. 22ാമത്തെ വാക്യം. Romans 7:22. Romans 7:22. For I delight in the law of the Lord in my inward man. അന്തരാത്മാവിൽ ഞാൻ ദൈവം പറഞ്ഞ ശബ്ദത്തിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും എനിക്ക് തരും. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നാ പറയും? ഞാൻ നിനക്ക് തരാം, ഞാൻ അത്ഭുതം ചെയ്യാം, ഞാൻ നിനക്ക് വേണ്ടി കരുതും. ആമേൻ. കേൾക്കാറുണ്ടോ ഈ ശബ്ദം? ഉണ്ടോ? ഇവിടെ ആർക്കും കേൾക്കത്തില്ല. ഉണ്ടോ? ഉണ്ട്. ഓക്കെ. രാത്രി മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ഉറക്കെ പറ. പ്രാർത്ഥിക്കും, അന്യഭാഷ പറയും. വിശ്വാസം കുലിക്കാൻ വിടത്തില്ല. കണ്ണടച്ചിട്ട് കിടന്നുറങ്ങും.
രാവിലെ എഴുന്നേറ്റ് പിന്നെ എന്നായും? അപ്പം രാത്രിയെല്ലാം നമ്മുടെ മനസ്സിനോട് എന്നാ പറഞ്ഞു? ദൈവം രാത്രിയെല്ലാം മനസ്സിനോട് എന്നാ പറഞ്ഞു? ദൈവം പിന്നെ 10 ലക്ഷം വേണം എന്നായും? പിന്നെയും പറയും ദൈവം ചെയ്യും. ദൈവം രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ഇപ്പം എന്നായും? പ്രാർത്ഥിക്കും അല്ലേ? ആണോ? അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കും, സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. 9 മണിയായി ഇരുന്നുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ. 9 ആകുമ്പം 9:15, 9:30 എത്ര മണിക്ക് വൈകും? 9 ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നാൻ തുടങ്ങുമോ? ഞാൻ ചോദിച്ചത് തോന്നുമോ എന്നുള്ളതാണ്. തോന്നരുതെന്ന് പറയാൻ ചത്തില്ലല്ലോ. തോന്നരുതെന്ന് പറയണേ ചാകണം. അടുത്ത വാഴ്ച 23. But I see another law in എൻ്റെ ശരീരത്തിൽ വേറെ ഒരു നിയമം. എത്ര മണിക്കാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? 9:45 എൻ്റെ ശരീരത്തിൽ വേറെ ഒരു നിയമം എന്ത് ചെയ്യുമോ? അത് എന്ത് ചെയ്യുവാ? ഈ പദം കേട്ടിട്ടുണ്ടോ? ആ പദം കേട്ടിട്ടുണ്ടോ? എന്തുവാ? പോരാട്ടം. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരോടാ പോരാടിയത്? ആ പുള്ളി കണ്ടിട്ടുണ്ടോ? അത്രയേ ഉള്ളൂ. ചുമ്മാ എങ്ങനെ എവിടെ പോരാട്ടം എന്നുള്ളത്? അവയാൽ അത് എൻ്റെ അല്ലല്ല, പോരാട്ടം എവിടെയുള്ളത്? എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് ആരോടാ പോരാടുന്നേ? എങ്ങനെ ആരാ പോരാടുന്നേ? ആരാ വായിക്ക്. another law waging. ആരാ പോരാടുന്നത്? എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ പ്രമാണം. ഏതിലുള്ള? ശരീരത്തിലുള്ള പാപത്തിൻ്റെ പ്രമാണം. ആരോടാ പോരാടുന്നത്? ആരോടാ? ഉറക്കെ പറ. പോരാട്ടം എവിടെ? പുറത്താണോ അകത്താണോ? Only war to a believer is inside and not outside. ഈ എല്ലാം നിങ്ങളെ പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ കെട്ടൊന്ന് വിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. Only one work. The whole system of this world. ഈ സിസ്റ്റത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് മൊത്തം. What are they trying to do? To break that bond. 9:30 9:30 എന്തൊക്കെ തോന്നും? പറഞ്ഞു. 10 മണിക്ക് എന്നാ വേണം? 9:45 എന്നൊക്കെ തോന്നും? അല്ല, എന്തൊക്കെ തോന്നും? what all things will come to your mind? എങ്ങനെ ഒപ്പിക്കാം? ഡൗട്ട്. ഈ തീയമ്പുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഫയറി ഡാർട്സ് ഓഫ് ദ എനിമി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതാ ഫയറി ഡാർട്സ്. എവിടുന്ന ഫയറി ഡാർട്സ് വരുന്നേ? ഇവൻ്റെ അടുത്തുനിന്നാണ് വരുന്നത്. ഇവൻ എന്താ പറഞ്ഞിപ്പം? എന്ത് പറയോ? 10 മണിയാവുമ്പം പൈസ കിട്ടത്തില്ല. കിട്ടിയില്ലെങ്കിൽ പൈസ മേടിക്കും. കറക്റ്റ് 10 മണിയാകുമ്പോൾ വന്നാളെയും
നാണക്കേടായി പോവും, മാനം പോവും, കിട്ടിയില്ലെങ്കിലോ? ഇതൊക്കെ ഉണ്ടാകുമോ? പെട്ടെന്ന് പറ. ഉണ്ടാകും. ഓക്കെ. ഇപ്പൊ ഇവൻ എന്ത് ചെയ്യുക? ഈ മനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മെല്ലെ മെല്ലെ സ്ലോലി ഓരോന്ന് പറയുമ്പോൾ മനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പോരാടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? 9:50 ആകുമ്പോൾ യവൻ പറയുന്നതാണോ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്, അതോ ഈ പുള്ളി പറയുന്നതാണോ നിങ്ങൾക്ക് 9:50 ആകുമ്പം ശരിയെന്ന് തോന്നുന്നത്? ഈ പുള്ളി അപ്പോഴേ ഐഡിയ തന്നു കഴിഞ്ഞു. ഇടാ ചുമ്മാ ഇരുന്നോണ്ട് അന്യരാജ്യം പറഞ്ഞുകൊണ്ടിരുന്ന കിട്ടുവേനെ, പഴയ മത്തായി ഇപ്പോൾ ചെയ്യുമ്പോൾ പഴയ പാറ്റേണേ 25 വർഷം 25 വർഷവും ഇത് പാപമല്ലായിരുന്നു. ഇപ്പോൾ എന്താ? കുറച്ച് ഉദാഹരണം പറഞ്ഞു. പാപത്തിന് വ്യഭിചാരം, കൊലപാതകം, നുണ, കുടി, പറഞ്ഞു. അയ്യോ, നിങ്ങൾക്കൊന്നും ആ ഒരു പാപത്തിൻ്റെ പേരും അറിയാൻ മേലാത്ത പോലെ ഇരിക്കുന്നു. മോഷണ. ഇതിൻ്റെ അകത്ത് ഈ അവയ്ക്കും ആദാമിനിട്ടും കിട്ടും പണി കിട്ടി ഏത് പാപമാണ്? അത് പറഞ്ഞില്ലല്ലോ, ലിസ്റ്റിലില്ല അല്ലേ? നിങ്ങൾ പറഞ്ഞതൊന്നും പാപമല്ല. നിങ്ങൾ പറഞ്ഞതെല്ലാം പാപത്തിൻ്റെ ഫലങ്ങളാണ്. ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ദ സിൻ. വാട്ട് ഈസ് സിൻ? പാപം എന്താ? അന്നും ഇന്നും എന്നേക്കിനും. വാട്ട് ഈസ് സിൻ? ഈസ് ഡിസൊബീഡിയൻസ്. ഇരുപത്തഞ്ച് വർഷം യേശുവിനെ അറിയുന്നത് വരെ ഈ മേടിച്ചത് ഏതാ? ഈ പുള്ളി പറഞ്ഞ അനുസരിച്ചുള്ള പ്ലാൻ പോയി മേടിച്ചത് ആയിരുന്നു. പക്ഷെ എന്ന് ആത്മാവ് ഇവിടെ വന്നിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആ പുള്ളിയെ അനുസരിക്കുന്നത് എന്തായി മാറിയത്? ഡിസൊബീഡിയൻസ് ആയി. ഈ രാവിലെ 10 മണിക്ക് വ്യഭിചാരം ചെയ്യാൻ പറയുമോ പാപം? പോയി ആരുടെയും ചെള്ളക്കടിക്കാൻ പറയുമോ? ഇല്ല. പാപത്തിൻ്റെ സ്വഭാവം എന്നാണെന്നറിയാമോ? ദൈവജ്ഞാനത്തിന് പരിശുദ്ധാത്മാവ് നിന്നോട് എന്ത് പറഞ്ഞോ അതിന് വിരോധമായിട്ട്, ദൈവജ്ഞാനത്തിന് വിരോധമായിട്ട് ഇവൻ സംസാരിക്കും. ആര് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? കിട്ടും. ഇവൻ എന്നാ പറയും? കിട്ടത്തില്ല. അവൻ പറയും കിട്ടിയില്ലെങ്കിലോ നടക്കത്തില്ല. നമ്മുടെ മനസ്സിന് ആരോടാ ലീനിയൻറ്റ് കൂടുതൽ? 9:55 ആകുമ്പം വേർ വിൽ മൈ മൈൻഡ് സ്റ്റാൻഡ്? To what the sin told to you. അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടല്ലോ 25 വർഷം. അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കരുത്, യോഗ്യമില്ല പ്രസംഗിക്കാൻ. 25 വർഷം അവൻ്റെ ശരീരം ഏകദേശം 100 വയസ്സായി. തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം തിരിച്ചറിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ 365 ദിവസവും ഇവൻ പറയുമായിരുന്നു എന്താകത്തില്ലെന്ന്, കുഞ്ഞുണ്ടാകത്തില്ല. ഒരു ദിവസമല്ല പ്രിയരെ, 2 ദിവസമല്ല, 25 വർഷം ഇവൻ പറഞ്ഞു. 25 വർഷം പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു.
അബ്രഹാമിനെ എന്തിനാ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് വിളിച്ചറിയാവോ? ദൈവം തോറ്റുപോയി. ദൈവം പറഞ്ഞു, ഇനി അവൻ്റെ മേൽ കൈവെക്കരുത്. കാരണം എടാ, ഓൾറെഡി നീ 112 നിന്റെ ഭാര്യ വീട്ടിൽ മരിക്കാറായി, ഇനി കൊച്ചുണ്ടാകത്തില്ലെന്ന് അറിഞ്ഞിട്ടും എൻ്റെ ദൈവത്തിന് ചാരത്തിൽ നിന്ന് എൻ്റെ മകനെ സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവ് എത്രമാത്രം കാലെ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എത്ര വട്ടം. അപ്പോഴൊക്കെയും തോന്നല, പഴയ കാര്യങ്ങൾ ചെയ്ത പാറ്റേൺ, രീതി, സ്വഭാവം എന്നെ പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വിരോധമായി ഒരു വാക്കുപോലും പറയാൻ നമുക്ക് അർഹതയില്ല. നടക്കുമോ, കാര്യം നടക്കുമോ ഇല്ലയോ, ഇതൊന്നും പറയാനല്ല നിനക്ക് നാവ് തന്നിട്ടുള്ളത്. അൺകംപ്ലീറ്റിംഗ് വേർഡ്സ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയില്ലാത്ത വാക്കുകൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് എന്നാ പറ്റുമെന്നാ പറഞ്ഞേ? ദണ്ണിപ്പിക്കരുതെന്നാ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ. അവൻ്റെ ശബ്ദത്തിലുണ്ട് ബ്ലെസ്സിങ് കിടപ്പുണ്ട്. അവൻ്റെ ശബ്ദം ഈ ലോകത്തിൽ ഏതൊക്കെ ശക്തികൾ വന്നാലും തോപ്പിക്കാൻ കഴിയാത്ത ശബ്ദമായത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ നിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാണ്ട് അവൻ വിടത്തില്ല. നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായി ചെയ്യാൻ കഴിയുന്ന താങ്ക് യു ബ്രദേഴ്സ്, താങ്ക് യു. എൻ്റെ സമയം കഴിഞ്ഞു. നിന്റെ ബ്ലെസ്സിങ് നേടുന്നതും നഷ്ടപ്പെടുന്നതും നിന്റെ മനസ്സിന. ആത്മാവിൻ്റെ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ കത്തിക്കും കഴുത്തിൻ്റെയും ഇടയ്ക്ക് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇതിൻ്റെ ഡെലിവറൻസ് പാട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മനസ്സിനെ പുതുക്കണ്ടേ. നാളെ എനിക്ക് സമയമുണ്ട് കുറച്ചെടുക്കാതെ. പക്ഷെ ഇന്ന് കാരണം സമയം കഴിഞ്ഞു പോയിട്ടറിയാം. എഴുന്നേറ്റിരിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നോക്കി. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സന്തോഷമായിട്ടാണോ ഉള്ളത്, അതോ ആകാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ? കർത്താവെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ആ സമയമാകുമ്പം ഞാൻ പിന്നെയും സ്ലൈഡ് ചെയ്തു പോവാ. കർത്താവെ, പരിശുദ്ധാത്മാവ് എത്രയോ വട്ടം പറഞ്ഞില്ലേ, പലവട്ടം. ചെയ്യരുത്, ക്ഷമിക്കുക, വിട്ടുകള, പൊറുക്ക്, വിശ്വസിക്കുക, ഞാൻ ചെയ്യാം, അതും ഇത് പറയല്ലേ. എനിക്കൊരു വിടുതൽ വേണം കർത്താവേ. I need a deliverance, Lord. And I need a touch. I need a deliverance.